ഇന്നൊരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് ചിരുവിയ തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ചെറിയ ഉള്ളിയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു 10 വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ പോയാൽ നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇനി ഇതേ ചട്ടിയിലേക്ക് ഒരു തക്കാളി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്തിട്ട് അരപ്പൊഴിച്ചു കൊടുക്കാം. മിക്സി ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി കറിയിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റെങ്കിലും തിളച്ചതിന് ശേഷം മാത്രം വെണ്ടയ്ക്ക ചേർത്തിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് കൂടി തിളപ്പിച്ചതിന് ശേഷം താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ 1/4 ടീസ്പൂൺ ഉലുവ, 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചാൽ നല്ല കളറും കിട്ടും കറിക്ക്.